എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 22-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ സ്വതഃപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീഭവൻ പുനർദധൗ ഭവം നാമയുതേ സുതേരതിം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്വത സ്വതവേ, പ്രശാന്ത അപി പ്രശാന്തനാണെങ്കിലും, ആര്? അജാമിളൻ. തഥാഹൃദാശയ ദാസിയാൽ വശീകൃതനായിട്ട്, സ്വധർമ്മമുത്സൃജ്യ സ്വധർമ്മമുപേക്ഷിച്ച്, തയാ സമാരമൻ അവളുമൊത്ത് രമിച്ചു, അധർമ്മകാരി അധർമ്മങ്ങളും ആചരിച്ചു, ദശമീഭവൻ പുന അങ്ങനെയിരിക്കെ വാർദ്ധക്യം ബാധിച്ചപ്പോൾ, ഭവം നാമയുതേ അങ്ങയുടെ നാമമുള്ള, സുതേ മകനിൽ, രതിം ദധൗ കൂടുതൽ പ്രിയമുള്ളവനായിത്തീർന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ശാന്തശീലനായിരുന്നെങ്കിലും അവളുടെ വശീകരണത്തിനു വിധേയനായി പഴയ ശീലം വിട്ട് അജാമിളൻ സ്വധർമ്മമുപേക്ഷിച്ച് അവളുമൊത്ത് രമിച്ചു പോന്നു. ഈ വിധത്തിൽ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വൃദ്ധനായി തീർന്ന അയാൾ അങ്ങയുടെ നാമമുള്ള, എന്താ ഭഗവാന്റെ നാമം? നാരായണൻ എന്ന നാമമുള്ള തൻ്റെ പുത്രനെ അത്യധികം സ്നേഹിച്ചു. ഹരേ കൃഷ്ണ.